നമ്മൾ സാധാരണ പറയാറുണ്ട്, ഓരോ കാര്യം ചോദിക്കുമ്പോൾ ഇതാ ഫ്രിഡ്ജിൽ പാലുണ്ടോ, മേശപ്പുറത്ത് എന്തെങ്കിലും ഇരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കുപ്പിയിൽ വെള്ളമുണ്ടോ, എൻ്റെ ബാഗിൽ എന്തെങ്കിലും ഉണ്ടോ. ഈ ഉണ്ടോ എന്നുള്ളതാണ്. ഉണ്ടോ എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഉണ്ടോ, മേശപ്പുറത്ത്, ഇപ്പം ഞാൻ പറയുകയാണ്, മേശപ്പുറത്തൊരു പൂവുണ്ട്, മേശപ്പുറത്ത് ഒരു പൂവ് ഇരിക്കുന്നുണ്ട്. ദർ ഈസ് എ ഫ്ലവർ ഓൺ ദ ടേബിൾ. മേശപ്പുറത്ത് ഒരു പൂവുണ്ട്. ദർ ഈസ് എ ഫ്ലവർ. ദർ ഈസ് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നാണ്. ദർ ഈസ് എ ഫ്ലവർ ഓൺ ദ ടേബിൾ. മേശപ്പുറത്ത് ഒരു പൂവ് ഇരിക്കുന്നുണ്ട്. ഇനി ഇത് ഒരു പൂവാണ് പറഞ്ഞത്. ഇനി ഒന്നിലധികമാണ് പറയുന്നതെങ്കിലോ അപ്പോൾ അതിനെ നമ്മൾ ദർ ഈസ് എന്ന് പറയാൻ പറ്റില്ല. ദർ ആർ സം ഫ്ലവേഴ്സ് ഓൺ ദ ടേബിൾ. ദർ ആർ എന്ന് പറഞ്ഞാൽ അർത്ഥം ഒന്ന് തന്നെയാണ്, ഉണ്ട്. ദർ ആർ സം ഫ്ലവേഴ്സ്, കുറച്ച് ഫ്ലവേഴ്സ്, പൂക്കൾ എവിടെയാണ്? ഓൺ ദ ടേബിൾ, മേശപ്പുറത്ത്. ദർ ആർ സം ഫ്ലവേഴ്സ് ഓൺ ദ ടേബിൾ. മേശപ്പുറത്ത് കുറച്ച് പൂക്കളുണ്ട്. ഇത് ഉണ്ട് എന്നാണ്. ഇനി മേശപ്പുറത്തൊരു പൂവുണ്ടോ എന്നാണ് ചോദിക്കേണ്ടത്. പൂവ് ഇരിക്കുന്നുണ്ടോ. അപ്പോൾ ഉണ്ടോ എന്ന ചോദ്യമാണ് ചോദിക്കേണ്ടെങ്കിൽ ദർ ഈസിനെ നമ്മൾ മാറ്റിമറിക്കണം. എങ്ങനെയാണ്? ദർ ഈസ് എന്നുള്ളതിന് ഈസ് സെന്റൻസിന്റെ ആദ്യത്തേക്ക് കൊണ്ടുവരിക, ചോദ്യമായി മാറ്റണം ഇതിന്. ഈസ് ദർ, അപ്പോൾ ഉണ്ടോ എന്നായി. ഈസ് ദർ എ ഫ്ലവർ ഓൺ ദ ടേബിൾ. ഈസ് ദർ എ ഫ്ലവർ ഓൺ ദ ടേബിൾ. ഈസ് ദർ എന്ന് പറഞ്ഞാൽ ഉണ്ടോ എന്നുള്ള ചോദ്യമായി. ഈസ് ദർ. ദർ ഈസ് എന്ന് പറഞ്ഞാൽ ഉണ്ട്. ഈസ് ദർ എ ഫ്ലവർ ഓൺ ദ ടേബിൾ. മേശപ്പുറത്ത് ഒരു പൂവ് ഇരിക്കുന്നുണ്ടോ എന്നായി. ഇനി ഇതൊരു പൂവാണ്, അപ്പം നമ്മൾ ഈസ് ദർ ഉപയോഗിച്ചു, ഉണ്ടോ എന്നായി. ഇനി കുറച്ച് പൂക്കൾ, നേരത്തെ പറഞ്ഞില്ലേ സം ഫ്ലവേഴ്സ്, അതുപോലെ കുറച്ച് പൂക്കൾ മേശപ്പുറത്ത് ഇരിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് ചോദിക്കേണ്ടതെങ്കിൽ ഈസ് ദർ അല്ല, അപ്പം അത് ബഹുവചനായി സം ഫ്ലവേഴ്സ് ആണ്. കുറച്ച് പൂക്കളാണ്, ഒന്നിലധികമാണ്, ബഹുവചനാണ്, അതുകൊണ്ട് ആർ ഉപയോഗിക്കണം. ആർ ദർ സം ഫ്ലവേഴ്സ് ഓൺ ദ ടേബിൾ. ആർ ദർ സം ഫ്ലവേഴ്സ്, കുറച്ച് പൂക്കൾ. ആർ ദർ, ഉണ്ടോ. അപ്പൊ ദർ ഈസ് എന്ന് പറഞ്ഞാലും ഉണ്ട് എന്നാണ്, ദർ ആർ എന്ന് പറഞ്ഞാലും ഉണ്ട് എന്നാണ് അർത്ഥം. ഈസ് ദർ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടോ എന്നുള്ള ചോദ്യമായി, ആർ ദർ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടോ എന്നുള്ള ചോദ്യമായി. രണ്ടിനും ഒന്ന് ബഹുവചനാവുമ്പോൾ ഉപയോഗിക്കാനാണ് ആർ ദർ. ഈസ് ദർ എന്നുള്ളത് ഏകവചനമായിട്ട് ഉപയോഗിക്കാൻ, ഏകവചനത്തിന്റെ കൂടെ ഉപയോഗിക്കാനുള്ളതാണ്. ഒരു ഫ്ലവർ ആയതുകൊണ്ട് ഈസ് ദർ ഉപയോഗിക്കുന്നു, ഒന്നിലധികം ഫ്ലവേഴ്സ് ആയതുകൊണ്ട് ആർ ദർ ഉപയോഗിക്കുന്നു. അർത്ഥം ഒന്ന് തന്നെയാണ്, ഉണ്ടോ എന്നുള്ള ചോദ്യം. ആർ ദർ സം ഫ്ലവേഴ്സ് ഓൺ ദ ടേബിൾ. അപ്പോഴെങ്ങനെ? കുറച്ച് പൂക്കൾ മേശപ്പുറത്തുണ്ടോ. ഇനി ഇല്ല എന്നാണ് പറയേണ്ടതെങ്കിൽ വെറും നോ എന്ന് പറയാം നമുക്ക് മറുപടിയായിട്ട് പറയുമ്പോൾ. അല്ലെങ്കിൽ ദർ ഈസ് നോ ഫ്ലവർ, ദർ ഈസ് നോ ഫ്ലവർ ഓൺ ദ ടേബിൾ. ദർ ഈസ് നോ ഫ്ലവർ ഓൺ ദ ടേബിൾ എന്ന് പറയുമ്പോൾ ദർ ഈസ് നോ, ഉണ്ടില്ല എന്നല്ല അർത്ഥം, ഇല്ല എന്നാണ് അർത്ഥം. നമ്മൾ ദർ ഈസ് എന്ന് പറഞ്ഞാൽ ഉണ്ടെന്ന് പറഞ്ഞു, അപ്പൊ നോ ചേരുമ്പോൾ ഉണ്ടില്ല എന്നല്ല, ഇല്ല എന്നുള്ള അർത്ഥമാണ്. ദർ ഈസ് നോ, ഇല്ല. ദർ ഈസ് നോ ഫ്ലവർ ഓൺ ദ ടേബിൾ. മേശപ്പുറത്ത് പൂവ് ഇല്ല. ഇനി ദർ ആർ നോ ഫ്ലവേഴ്സ് എന്ന് പറയാം. ദർ ആർ നോ ഫ്ലവേഴ്സ് ഓൺ ദ ടേബിൾ. മേശപ്പുറത്ത് പൂക്കൾ ഇല്ല. ഇപ്പൊ നമ്മൾ അതിൽ ചോദ്യം ഉണ്ടാക്കാനും പഠിച്ചു, അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാനും പഠിച്ചു, അതിന്റെ ചോദ്യം ഉണ്ടാക്കാനും പഠിച്ചു. സിംഗുലർ ആവുമ്പോൾ ഈസ് ദർ ഉപയോഗിക്കണം, ഒന്നിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഈസ് ദർ ഉപയോഗിക്കണം. ഒന്നിലധികം പൂക്കളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ, ഒന്നിലധികമുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ നമ്മൾ ആർ ദർ. ആർ ദർ സം ഫ്ലവേഴ്സ് ഓൺ ദ ടേബിൾ. മേശപ്പുറത്ത് കുറച്ച് പൂക്കളുണ്ടോ. അപ്പോൾ ദർ ആർ നോ ഫ്ലവേഴ്സ് ഓൺ ദ ടേബിൾ. മേശപ്പുറത്ത് പൂക്കൾ ഇല്ല. ഇത് നമ്മൾ പ്രസന്റ് ടെൻസിന്റെ കാര്യം. ഇനി ഇത് പാസ്റ്റിലേക്ക് ആവുമ്പോൾ എങ്ങനെയാവും? ദർ വാസ് എ ഫ്ലവർ ഓൺ ദ ടേബിൾ. ദർ വാസ് എ ഫ്ലവർ ഓൺ ദ ടേബിൾ. മേശപ്പുറത്ത് ഒരു പൂവ് ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ഉണ്ടെന്നാണ് പറഞ്ഞത്, അതിന്റെ പാസ്റ്റ് രൂപം എന്താവും? ഉണ്ടായിരുന്നു. ദർ വാസ് എ ഫ്ലവർ ഓൺ ദ ടേബിൾ. മേശപ്പുറത്ത് ഒരു പൂവ് ഉണ്ടായിരുന്നു. ഇനി ഒന്നിലധികം പൂക്കളാണെങ്കിലോ എ ഫ്ലവർ എന്നാണ് നമ്മൾ പറഞ്ഞത്. ദർ വേർ, അപ്പോൾ നമ്മൾ ദർ ആർ ഉപയോഗിച്ച പോലെ ഇവിടെ ദർ ആറിന്റെ പാസ്റ്റ് ആണ് ദർ വേർ. ദർ വേർ സം ഫ്ലവേഴ്സ് ഓൺ ദ ടേബിൾ. മേശപ്പുറത്ത് കുറച്ച് പൂക്കൾ ഉണ്ടായിരുന്നു. ദർ വേർ ഉണ്ടായിരുന്നു. ദർ വാസ് ഉണ്ടായിരുന്നു. ഇനി ഇതിനെ നമ്മൾ ചോദ്യമാക്കുമ്പോൾ വാസ് ദർ എ ഫ്ലവർ ഓൺ ദ ടേബിൾ. വാസ് ദർ എ ഫ്ലവർ ഓൺ ദ ടേബിൾ. മേശപ്പുറത്ത് ഒരു പൂവ് ഉണ്ടായിരുന്നു. വാസ് ദർ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് നമ്മൾ മറുപടി പറയുമ്പോൾ ദർ വാസ് നോ ഫ്ലവർ. ദർ വാസ് നോ, ഉണ്ടായിരുന്നില്ല. ദർ വാസ് ഉണ്ടായിരുന്നു, ദർ വാസ് നോ ഉണ്ടായിരുന്നില്ല.
ഇനി ദേർവേറിനും അങ്ങനെ തന്നെയാണ്. ദർ വേർ സം ഫ്ലവേഴ്സ് ഓൺ ദ ടേബിൾ. മേശപ്പുറത്ത് കുറച്ച് പൂക്കൾ ഉണ്ടായിരുന്നു. ദർ വേർ നോ എന്നാ പറയാ, ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. ദർ വേർ നോ ഫ്ലവേഴ്സ് ഓൺ ദ ടേബിൾ. ദർ വേർ നോ ഫ്ലവേഴ്സ് ഓൺ ദ ടേബിൾ. മേശപ്പുറത്ത് പൂക്കൾ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ മേശപ്പുറത്ത് പൂക്കൾ ഇല്ലായിരുന്നു. ഇനി ഇതിനെ നമ്മൾക്ക് ഫ്യൂച്ചറിലേക്കും ആക്കാം, ഫ്യൂച്ചർ ടെൻസിലേക്ക്. അപ്പം നമ്മൾ ഉണ്ടെന്നുള്ളത് പഠിച്ചു, ഉണ്ടായിരുന്നു എന്ന് പഠിച്ചു. ഇനി ഉണ്ടായിരിക്കും ഫ്യൂച്ചർ ടെൻസിലേക്ക് ഇത് പോകുമ്പോൾ ദർ വിൽ ബി എ ഫ്ലവർ ഓൺ ദ ടേബിൾ. മേശപ്പുറത്ത് ഒരു പൂവ് ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടായിരിക്കും. ദർ വിൽ ബി അല്ലെങ്കിൽ ദർ ഷാൾ ബി എ ഫ്ലവർ. എ ഫ്ലവർ ഒരു പൂവ് മേശപ്പുറത്ത് ഉണ്ടായിരിക്കും. ദർ വിൽ ബി എ ഫ്ലവർ ഓൺ ദ ടേബിൾ. മേശപ്പുറത്ത് ഒരു പൂവ് ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ദർ ഷാൾ ബി എ ഫ്ലവർ ഓൺ ദ ടേബിൾ. ഇനി അത് ബഹുവചനാകുമ്പോഴും വലിയ വ്യത്യാസം വരില്ല. ദർ വിൽ ബി സം ഫ്ലവേഴ്സ് ഓൺ ദ ടേബിൾ. ദർ വിൽ ബി സം ഫ്ലവേഴ്സ് ഓൺ ദ ടേബിൾ. മേശപ്പുറത്ത് കുറച്ച് പൂക്കൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടായിരിക്കും. ദർ ഷാൾ ബി സം ഫ്ലവേഴ്സ്. അത് സം ഫ്ലവേഴ്സ് ഒന്നിലധികം ആവുമ്പോഴും ഒരു പൂവാകുമ്പോഴും വലിയ വ്യത്യാസം വരുന്നില്ല. വിൽ ബി തന്നെ ആയിരിക്കും. അതിൽ ആറും വേറും ഉപയോഗിച്ച പോലെ ഇവിടെ വ്യത്യാസം വരില്ല. ദർ വിൽ ബി സം ഫ്ലവേഴ്സ് ഓൺ ദ ടേബിൾ. മേശപ്പുറത്ത് കുറച്ച് പൂക്കൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടായിരിക്കും. ഇനി ഇവിടെ ചോദ്യം ഉണ്ടാക്കുന്നത് എങ്ങനെ? വിൽ ദർ ബി. വിൽ ദർ ബി എ ഫ്ലവർ ഓൺ ദ ടേബിൾ? ചോദ്യമായി. മേശപ്പുറത്ത് ഒരു പൂവ് ഉണ്ടാവോ? വിൽ ദർ ബി എ ഫ്ലവർ ഓൺ ദ ടേബിൾ. മേശപ്പുറത്ത് ഒരു പൂവ് ഉണ്ടായിരിക്കുമോ? മേശപ്പുറത്ത് ഒരു പൂവ് ഉണ്ടായിരിക്കുമോ? വിൽ ദർ ബി ഉണ്ടായിരിക്കുമോ എന്നുള്ള ചോദ്യമായി. ഷാൾ ദർ ബി ഉണ്ടായിരിക്കുമോ? ഷാൾ ദർ ബി എ ഫ്ലവർ ഓൺ ദ ടേബിൾ. ഷാൾ ദർ ബി എ ഫ്ലവർ ഓൺ ദ ടേബിൾ. മേശപ്പുറത്ത് ഒരു പൂവ് ഉണ്ടായിരിക്കുമോ? വിൽ ദർ ബി സം ഫ്ലവേഴ്സ്, കുറച്ച് പൂക്കൾ. അപ്പോഴും വിൽ ദർ ബിക്ക് ഒരു വ്യത്യാസമില്ല. ഇവിടെ ഏകവചനായാലും ബഹുവചനായാലും വിൽ ദർ ബി എന്നോ ഷാൾ ദർ ബി എന്നോ യഥേഷ്ടം സന്ദർഭം അനുസരിച്ചിട്ട് ഉപയോഗിക്കാം. വലിയ കൺഫ്യൂഷൻ ഒന്നുമില്ല. അപ്പോൾ വിൽ ദർ ബി സം ഫ്ലവേഴ്സ് ഓൺ ദ ടേബിൾ. ഇനി അതിന് നമ്മൾ മറുപടി ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ദർ വിൽ ബി നോ ഫ്ലവേഴ്സ് ഓൺ ദ ടേബിൾ. ദർ വിൽ ബി നോ ഫ്ലവേഴ്സ് ഓൺ ദ ടേബിൾ. ദർ വിൽ ബി നോ ഫ്ലവേഴ്സ് എന്നോ ദർ ഷാൾ ബി നോ ഫ്ലവേഴ്സ്. ദർ ഷാൾ ബി നോ ഫ്ലവേഴ്സ് ഓൺ ദ ടേബിൾ എന്നോ ഉപയോഗിക്കാം. അപ്പോൾ ഓർമ്മിക്കുക, ഉണ്ട് എന്ന് പറയണമെങ്കിൽ ദർ ഈസ്, ഇല്ല എന്ന് പറയുമെങ്കിൽ ദർ ഈസ് നോ. പിന്നെ അതുപോലെ തന്നെയാണ് പാസ്റ്റിലും. ദർ വാസ് എ ഫ്ലവർ. ദർ വാസ് എ ഫ്ലവർ. വാസ് ദർ എ ഫ്ലവർ? ഉണ്ടായിരുന്നു. ദർ വേർ ഫ്ലവേഴ്സ്. വേർ ദർ ഫ്ലവേഴ്സ്? ഉണ്ടായിരുന്നു. ബഹുവചനായി. ദർ വേർ എന്ന് പറയുമ്പോൾ ബഹുവചനായി. ദർ വിൽ ബി ഉണ്ടായിരിക്കും. ദർ ഷാൾ ബി ഉണ്ടായിരിക്കും. വിൽ ദർ ബി ഉണ്ടായിരിക്കുമോ? ഷാൾ ദർ ബി ഉണ്ടായിരിക്കുമോ? ഇത് പഠിച്ചു വെച്ച സന്ദർഭത്തിനനുസരിച്ച് ഒരു കാര്യം, അതിൻ്റെ മുകളിൽ ഫ്രിഡ്ജിൽ പാലുണ്ടോ, മേശപ്പുറത്ത് മറ്റെന്തെങ്കിലും ഇരിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കണമെങ്കിൽ ഈസ് ദെയറോ വാസ് ദെയറോ വെച്ചിട്ട് യഥേഷ്ടം ഉപയോഗിക്കാൻ കഴിയും. ശ്രദ്ധിക്കുക, ഉപയോഗിക്കുമ്പോൾ ഈസ് ദെയറും വാസ് ദെയറൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏകവചനാണോ ബഹുവചനാണോ നോക്കണം. അതിനനുസരിച്ച് വേണം ആർ ദെയറും വേർ ദെയറൊക്കെ ഉപയോഗിക്കാൻ. താങ്ക് യു.